ശാമ്പവിയുടെ കലാപരിപാടിയുള്ള കപ്പ എല്ലാം കൂടെ കൊത്തി 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 ഈ പരിവാക്കി. ഒരെണ്ണം തന്നില്ല, അതുപോലെ എല്ലാം കൂടെ നശിപ്പിക്കണോ? അല്ല, എത്രയും ബഹളത്തിനുണ്ടായി എൻ്റെ കൊച്ച് പഠിക്കുന്ന ആ ഒരു ശുഷ്കാന്തിയായി. നീ ഇവിടെ പോയടാ? അതെപ്പോ അടുത്ത് പോയോ? ആ അമ്മേ ആണോ? പാടി ready. ആ വായിക്കോളാം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ പാപ്പനോ? ഏകദേശം ഒരു 3-4 ദിവസമായിട്ട് നല്ല ചുമയുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് മരുന്നൊക്കെ കഴിച്ച് കുറഞ്ഞായിരുന്നു ഒരു ദിവസം, പിന്നെയും കൂടി. ഇന്നലെ രാത്രി ഭയങ്കര ചുമയായിരുന്നു. ചുമച്ച് ഉറങ്ങിയില്ല. 4 മണിയൊക്കെ കിടന്ന് ഉറക്കം വന്നായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയുള്ളൂ. അതുകൊണ്ട് പിന്നെ പകൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോഴാണ് അക്ഷയ് വിളിച്ചേച്ച് വെള്ളത്തിൽ ചാടാൻ പോകുമെന്ന് പറയുന്നത്. ചുമ കാരണം രക്ഷയില്ലായിരിക്കുക. ഇവിടുന്ന് വല്ലതും മേടിക്കാനേ? ആ ഓക്കെ. മച്ചാൻ്റെ ഇതില്ലേ, ലൊക്കേഷൻ ഇല്ലേ? ആ അയച്ചേക്കാം. ഓക്കെ.
ഷാജൻ അറിയാലോ? അല്ല, സ്ഥലം അറിയത്തില്ല. ഇതിലേ പോകുന്നതെന്നറിയാം. ഞാൻ പോയിട്ടുണ്ട്. എവിടെയും ഇമാര് നിൽക്കുന്നതെന്ന് അറിയത്തില്ല. അത് മറ്റേ നമ്മുടെ MBC അല്ല, മറ്റേ വരുന്നതാണ്. കണ്ണാടി വെച്ചിട്ടാണ് വെള്ളത്തിൽ വയലറ്റ് കളർ പോലെ ആ പാലക്കൂടെ ഒഴുകി. പേരോരം പള്ളി അത് നമ്മൾ പോയില്ല. പാവ എന്ന് പറയുന്ന പടമല്ലോ, മറ്റേ അനൂപ് മേനോനും മറ്റേ മുള്ളിഗോപിയും കൂടെ ആ പടം ഇവിടെ ബസ് പോകുന്ന റൂട്ടാ അത്. നമ്മൾ അവിടെ നിൽക്കുമ്പോഴാണ്, അവിടെ വെച്ചല്ലേ ഇങ്ങോട്ട് താഴോട്ട് വീഡിയോ എടുക്കത്തില്ല. അത് തന്നെ ആ സ്പോട്ടായിരുന്നു. അവിടെ താഴെ അവിടുന്ന് കാണുന്ന സംഭവമല്ലേ ഇത്? മഞ്ഞാണല്ലോ എപ്പോഴും. അത് തന്നെ, അതെ. നമ്മുടെ മുമ്പിൽ പോയ ട്രാൻസ്പോർട്ടാ പോകുന്നത്. അവക്കാടോ? അവക്കാടാകുമ്പോ അതൊക്കെ ഇവിടെ പിടിക്കുമല്ലേ? പിടിക്കും. അത് നാരകമൊക്കെ സാധാരണ നമ്മൾ ഈ നാരകമൊക്കെ കണ്ടെങ്കിൽ തണുപ്പുള്ള സ്ഥലങ്ങളിലല്ലേ? തൂക്കുവാലം കണ്ടോ? തൂക്കുവാലം. എന്ത് ചെറുനാരകം നോക്കി ഇവിടെ അല്ലാതെ എത്ര ദൂരമായി. നല്ല രീതിയിൽ വെച്ചേക്കുന്നു. നല്ല പണിയെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കാ പിടിക്കാൻ സമയമല്ലെന്ന് തോന്നുന്നു അല്ലേ? ഓറഞ്ച് വല്ലാണോ? അതല്ല, ഓറഞ്ചിന്റെ വലിയല്ലേ? വലിയല്ലേ? ഇത് നാരക. കൃഷികളുണ്ട്. എന്തറിയാമല്ലോ? കാപ്പിയും കവുമും ലാവും. ഇത് ഏതോ വമ്പൻ ടീമിൻ്റെ, അല്ലാതെ ഈ മറ്റേ കപ്പ് ദീപാവായിരിക്കും. ആ പാലം. ഓക്കെ. അവിടെ ശരി. ഓക്കെ ശരി. ഓക്കെ. ഈ മരം മുറിച്ചുകൊണ്ട് ഈ സ്ഥലം ഒന്നും മനസ്സിലാകുന്നില്ല. അത് വേറെ ഒരു പാലത്തിൻ്റെ ഇടത് വശത്ത് സൈഡിലായിട്ട് അവരപ്പോൾ ഇച്ചിരി കയറിയെന്നാണ് ആറ്റിക്കൂടാണെന്ന് ചോദിച്ചാൽ മുന്നോട്ട്. അതെ, വീഡിയോ എടുക്കണേ ഞാൻ അത് പിടിക്കാം. വേണ്ട, കുഴപ്പമില്ല. ഇല്ല, കുഴപ്പമില്ല.
കൊക്കാർ വരുന്ന സ്ഥലമാണ്. ഇത് കൂട്ടിക്കലായിരുന്നു ഈ കാറ്. ഗ്രാമപഞ്ചായത്ത് കൂട്ടിക്കല ചെല്ലുന്നതാണ്. ഇത് കൊക്കാർ ഗ്രാമപഞ്ചായത്ത്. ഓ ശരി. നല്ല തെളിഞ്ഞ വെള്ളം. വീഡിയോ എടുത്ത് വിടുന്നു. വീഡിയോ എടുത്ത് വിടുന്നു. അവിടെ വന്നു ചേച്ചിമാര്. അപ്പൊ എന്നാ ഞാൻ എത്ര മണിക്കൂറായിട്ട് നിങ്ങളെ വിളിക്കുക. എല്ലാം കിടക്കുവാണ്. അട്ടപ്പാടി തിരുവാണിപ്പുഴയുടെ തീരത്ത് ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഇടിപൊളിയാണ്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നാ മുമ്പ് നോക്കണ്ട. എന്തെങ്കിലും പിടിക്കണോ? എന്തെങ്കിലും പിടിക്കണം. ഉറങ്ങിയ ഞാൻ പിടിക്കാം. അവിടൊക്കെ വീടുണ്ടല്ലോ. നമ്മള് ഇവിടെ വീഴാ. അവിടെ വരെ പോകണ്ട, ഇങ്ങനെ ഇറങ്ങി വാ. അതിലെ കൂടെ വരുന്നു. തെളിഞ്ഞ വെള്ളമല്ലേ? അടിപൊളി വെള്ളം അല്ലേ? ഇങ്ങോട്ട് വാ. ഇത് വീടാണോ? ഇതന്നെ ഇത് അല്ലല്ലേ, വീടാണോ? മറ്റേ ഇത് കെട്ടേക്കുന്ന പ്ലാസ്റ്റിക്. പണ്ട് നമ്മുടെ കോശപാലത്തിന് താഴെ ഇങ്ങനെ എൻ്റെ കൊച്ചിലെ മരത്തെ കൂടെ ചാടിച്ചാടി ഞങ്ങൾ പോകുമായിരുന്നു കളിക്കാനായിട്ട്. എനിക്കിത് കണ്ടപ്പോൾ ആ ഫീലാണ്. മരത്തെ കൂടെ കയറി ചാടിച്ചാടി ഇതിൻ്റെ മണ്ടേ കൂടെ എല്ലാം കയറുമ്പോൾ നല്ല മൂടായിരിക്കും. അത് വീടാണോ? അല്ലാതെ ഇത് തോട്ടമാണ്. നമ്മള് നേരത്തെ കണ്ട പോലെ ഒന്നുമില്ല. അല്ല വീടാണോന്ന് ചോദിക്കുന്നത്. മണിക്കൂറാണ് ഞങ്ങൾ വന്നത്. ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം. അന്ന് ഇച്ചിരി കഴിയുമ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോ. ഇങ്ങോട്ട് അവിടെയാണോ കിടന്നത്? ഫാമിലി ആയിട്ടോ ഹിന്ദു അതിന് മുന്നേ വെള്ളമല്ലേ? അടിപൊളി സ്ഥലമാണ്. നമുക്ക് റെക്കോർഡ് ചെയ്ത് കേട്ടാൽ
എവിടെയാണ് ഇറങ്ങുന്നത്? ഇവിടെയാണ് അത് മുകളിലെ അവിടെ നീന്താം. അതിലേ വന്നാൽ മതി അല്ലേ? ദേശം വിളിച്ചു. അപ്പോൾ എന്നാ പറഞ്ഞു? ആ സൈക്കിളിൻ്റെ മുള്ള്. നിങ്ങളത് ഇരിക്കുന്നത് ഓർമ്മ കല്ലൊക്കെ തെന്നി കിടക്കാം. ഇഷ്ടംപോലെ ഉണ്ട്. ഇമാതിരി മരത്താലായിരിക്കും രാത്രി. കൂടും കാണും. നീർക്കാക്ക. എഞ്ച ഇഞ്ചം ഞാൻ നോക്കാം. അല്ല കുഴപ്പമില്ല. ഇവിടെ താഴ്ചയുണ്ടോ?
വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. പച്ച കളർ ഉള്ളതിനല്ലേ? അവിടെ വോൾട്ടേജൊക്കെ ഉണ്ടല്ലോ. വിഷം അടിച്ച് നോക്കും നമുക്ക് വരും. ഇല്ല അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നായിരുന്നു. ആ ഇപ്പോൾ കുറച്ച് മുമ്പ് വന്നപ്പോൾ വിചാരിച്ചാൽ ഉറക്കം അതിന് കുറച്ച് കഴിഞ്ഞാൽ വർത്താൻ പോയി. അങ്ങോട്ടാണ് പോയത്. സ്കൂട്ടറിന് പോയി. സ്കൂട്ടറിനാ അതുകൊണ്ട് വന്നേ. ആ ഓട്ടം പോയതായിരിക്കും. ആണോ? എവിടെ എവിടെ പോവാ? കൊഴലപ്പനോ? ഡി കൊഴലപ്പൻ തിരുന്ന് എന്തിനാ അടിച്ചു പൊട്ടിക്കുന്നത്? അങ്ങനെയാണോ? അതെ ഞാനേ വേണ്ടാന്നുള്ള പറയുമ്പോൾ ഉടനെ കപ്പയാണോ? കപ്പ ഇട്ടേക്കാം. വരിക്കച്ചക്ക ഒന്ന് കഴിക്കാൻ കൊതി. അത് കൊതി. ഈ കരിമ്പ് എവിടുന്നാ? കരിമ്പ് അല്ല ശാമ്പുവേ, എന്നാ പരിപാടി? ഇതിനകത്തിന്റെ പ്ലാസ്റ്റിക് എല്ലാവരും കേട്ടോ എടുത്ത് ഞാൻ ഒരു കൂടിനകത്താക്കി വെച്ചു. അങ്ങനല്ല, ആ ചുമ്മാ അങ്ങ് വെച്ചാൽ മതി. അങ്ങനെ അങ്ങ് വെച്ചോക്ക്. അടയ്ക്കണ്ടെന്ന് പറ. ഓ അടയ്ക്കണ്ടെന്നാ ഇത് കുട്ടിക്കും അത്. ദൈവമേ, ഈ മുണ്ടക്കകത്തോട്ട് വന്നതിനെക്കൊണ്ടുള്ള പണി അവിടെ വെച്ചതാ. കൊണ്ടോ അവിടെ എല്ലാം ആക്കുന്നുണ്ടോ? നിന്നോട് ഞാൻ എന്നാ പറഞ്ഞോ ഇവിടെ നിന്ന് വിട്ട്? ഇവിടെ ഒന്നും ആക്കല്ലെന്ന് പറഞ്ഞോ? ഇവിടെ ഞാൻ തൂത്ത് വാരി ഇട്ടതാണോ ശംഭു? എന്നെ തപ്പിപ്പോയതാ. എന്നാ ഇവിടെ എങ്ങാനും കാണും. ഇത് ഇവിടെ അല്ലേ ഇട്ടേ? അവൻ അവിടം വരെ പോയി. കൊച്ചു കിടന്ന് ഉറങ്ങും. നീ കിടന്ന് അലറാതെ. അവളോ? ഈ കയ്യിരിക്കുന്ന കൊച്ച്. എടേ നിന്റെ കൂട്ടുകാരൊക്കെ അങ്ങോട്ട് പോയല്ലോ. ഞാൻ വിളിച്ചെടുത്താം. അല്ലല്ല അതെ ഞാൻ വിളിക്കാം. ഇവിടെ വെച്ച് തരാം. പഴയ വീട്ടിലടി. പഴയ വീട്ടില് അയ്യാ അവൻ കൂടെ പോയത് ഭക്ഷണേല് എന്തോന്നാ അതെടുക്കാൻ നീ കൊച്ചിനെ അവിടെ കിടത്തുന്ന പാലിട്ട് കൊടുക്കാം. അവിടെ കിടക്കാം. അവിടെ ഉണ്ട് പാല. സുന്ദരി ഞാൻ എടുത്തുതരാം. ഇതുകൊണ്ട് നീ നടന്നു വരുന്നേ? കിലോമീറ്റർ നടക്കാനറിയാം. 3 കിലോ. ഡയലോഗ് കാണിച്ചു മനസ്സിലായല്ലേ? നീ അതൊന്നും ചോദിക്കുന്നില്ല. സോറി.
അല്ലേടാ ഇതെല്ലാം ശീലമാക്കണം നമ്മള്. ശരി നടാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ? ഈച്ച ഉണ്ടല്ലോ ഇവിടെ. എവിടെ നിന്ന് പഠിച്ചടി? ചുമ്മാ കുത്തിച്ചാ മതിയോ? വെള്ളം എനിക്ക് വേണ്ടി വെള്ളം എടുത്ത് വെച്ചോക്കണം കേട്ടോ. എന്നാ ചേച്ചാൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? എന്നെ അവിടെ പ്രതീക്ഷിച്ച് വെച്ചേക്കോ എന്നിട്ട് ആരും ഇല്ലെന്ന്. പ്രതീക്ഷിച്ച മാല കേട്ടില്ലേ? മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ ആരാ ചേച്ചന് വേണ്ടേ? എന്നെ അവിടെ പ്രതിഷ്ഠിച്ച് നടന്നു എങ്ങോട്ടെന്നറിയോ? അതെ അങ്ങോട്ട് അതെ ആ ബംഗ്ലാവിലോട്ട് നടക്കുന്നുണ്ട്. അപ്പൊ പ്രേതമുണ്ടോ അവിടെ? ഇവര് പോകുന്ന കയറുന്നുള്ളൂ. നീ കണ്ടില്ലായിരുന്നോ? എന്നാലും നിനക്കുള്ള മടി വെച്ച് മടി ഇരുത്തത്തില്ലായിരുന്നു ഡി അവളെ? ഞാൻ തിരിച്ചു പോയി വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. അവള് പറഞ്ഞില്ലേ നടക്കാം. അതാണ് അവളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം. അങ്ങനെ അല്ലല്ലോ അവള് പറഞ്ഞ. അപ്പൊ നിനക്കൊരു മനസ്സാക്ഷി കൊണ്ട് അവളെ വിളിച്ചോണ്ട് വരായിരുന്നു. എന്നിട്ട് എന്നെ അവള് പറഞ്ഞെന്നറിയോ? നമുക്ക് നമ്മളെ കാണുള്ളൂ. അവള് പറയായിരുന്നു ചെല്ലാന്ന്. ഞാൻ എളുപ്പം കൊണ്ടുവിട്ടിട്ട് വരാം. ഓ അവളോട് തന്നെ സംസാരിക്കാൻ വേണ്ടി വന്നാ. സാരമില്ല, അത് കുഴപ്പമില്ല. പിന്നെ ആരെ വിളിക്കാൻ എല്ലാരും എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും. പിന്നെ നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ചിട്ട് വരിക. അപ്പൊ പെട്ടെന്ന് അല്ലേ? ഇതിനാണോ നമ്മള് വട്ടം എന്ന് പറയുന്നേ? അല്ല, കാണുന്നവര് ചിലപ്പോ അങ്ങനെയൊക്കെ പറയും. അതെ. ഇതെന്നടി ഇത് പൂത്തിട്ടില്ലടി. അത് സ്വന്തം വർത്താനം പറഞ്ഞപ്പോ കിട്ടിയതാ. പൂത്തില്ല, അത് പൂക്കുന്നതിന്റെ മൊട്ടാണ്. എല്ലാവരും കോട്ടന്റെ കാക്കി ഇടും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വണ്ടിയില്ലേ നന്നാക്കാനുള്ളത്? അവിടെ കൊണ്ടിടാൻ മേലായിരുന്നു. അതെ എന്റെ അയ്യേ 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 എന്നെ അതുകൊണ്ടേ അയ്യേന്ന് പറഞ്ഞത്. അയ്യേ 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 ആ അഴിച്ച് അഴിച്ച് ഞങ്ങൾ അണ്ണനോടാ പറഞ്ഞത്. ആ ഒറ്റയ്ക്ക് നിൽക്കുമത് അതല്ല. അപ്പൊ ഞങ്ങളാരും ഇല്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് അർത്ഥം. മനസ്സിലായോ? അതെ ഇത് കൊണ്ടുപോയ പോരെ? ഞാനോ? ഞാനല്ല, ഞാനിപ്പോഴാ വൈകി കയറി ഇവിടെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എടാ എങ്ങനെയുണ്ട്? സ്റ്റെയർ എങ്ങനെയുണ്ട്? നാണമില്ല ഈ ചെങ്ങനെ ഇത്രയും ചോറിനെ പിള്ളേർക്ക് കൊടുത്തോണ്ടിരിക്കുക. ചേച്ചിയുടെ അല്ല, ശോഭന. ശോഭന ശ്യാമള. ആ അത് അത് മറ്റേ സുലേഖ പേര്, ലേഖമ്മയുടെ. അതാണ് സസു എന്നുള്ള പേര്. സസു സുലേഖ. അതെ ആ കൊച്ചിനോട് ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. രണ്ട് ചെവി പൊത്തി പിടിച്ചു മിണ്ടാതിരിക്കാൻ. നീ ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കുമ്പോ അതിന്റെ അതടുക്ക് വന്ന് ചെണ്ട കൂട്ടുന്നത് അല്ല. അപ്പുറത്തെ വീട്ടിൽ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുക. തരുന്നില്ല എനിക്ക് എനിക്ക് ആ ഇതിന്റെ വാ പൊളിയുമല്ലോ അല്ലേ? കേക്ക്
പാട്ട് പാടാനാണ് കണ്ടാ. മോന് ഒരു കാര്യം ചെയ്യും, ആ മുറിയിൽ ഇരുന്ന് പാടിയിട്ട് കൊട്ടിക്കോ. അപ്പൊ നീ ഹാപ്പി, മറ്റുള്ളവർ ഹാപ്പി. മധുമോനെ ഇറങ്ങുന്നില്ലേ? ഓക്കെ. പക്ഷെ ഇവിടെ ഇച്ചിരി എന്തി ഇവിടെ ഇച്ചിരി ഇങ്ങനെ വേണം, അവിടെ അതുപോലെ തന്നെ നോക്കണം. എനിക്ക് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇപ്പഴേ പോണോ? ഇതാ ചാർജ് ചെയ്തില്ലേ? അതിപ്പോ ഇതില്ലെന്നേ, റേഞ്ചില്ല. വാ നീ വിളിച്ചാലും എനിക്ക് ഇങ്ങനെ ഇതല്ലേ ആ ആണോ? അത് എഴുതി കൊടുത്ത് രാത്രി കിടക്കാനൊക്കെ ഉണ്ടല്ലോ, ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാഗിൽ നിന്ന് ഹാജർ പിടിച്ചു. ഇതന്നെ മറ്റേ ഹിരണ്യേശു മറ്റേ വാതുക്കെ വെച്ച് മറ്റേ ആളെ കൊല്ലുന്ന പോലെ. അല്ലെ, ഹിരണ്യേശു അല്ല, നരസിംഹം. ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ വെച്ചാൽ ഇല്ല, കേറുന്ന അവിടെ ഇല്ലേ? എന്റെ അമ്മു. ചേച്ചി നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. എന്നെ ആരും അടിച്ചു. അളിയാ അളിയാ പഴയ മതമൊന്നും അല്ല. നിങ്ങൾക്ക് എന്നാണ് ഇത്ര സെറ്റപ്പായത്? ഒന്നുമില്ല അളിയാ, ജസ്റ്റ് ഇതൊന്ന് കളയാൻ പറഞ്ഞുതരാം. ഇവിടെ ആകെപ്പാടെ ഡീസന്റ് ആയിട്ട് ഇറന്നോണ്ടിരുന്ന ഒറ്റയൊള്ളായിരുന്നു, അവളും പോയി. അവളാരാ? നീ അതെന്താന്നറിയോ, മൂക്കില് കുറച്ച് ബ്ലാക്ക് ഹെഡ്സ്, അത് മാത്രം കളയാൻ പറഞ്ഞു. അപ്പൊ അവളോട് സത്യം ഉണ്ണിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നാ പറഞ്ഞ. എന്നാണാന്ന് ആരെയാ നിന്നെ വിളിക്കുന്നതാ ഉണ്ണി? അത് നൂരി എടുത്തടാ. വൻ പരിപാടി എന്നാണേലും. നീ വീട്ടിൽ വിഷമിക്കും, പെട്ടെന്ന് പോകണം എന്നോട് പറയാം ഉണ്ണി വീട്ടിൽ വന്നിട്ട്. ഞാനാണോ? ഉണ്ടോ? എന്നിട്ട് അവള് പറയാം ഒന്നുമില്ല, ചുമ്മാ രണ്ട് ഇത് കളയാൻ പറഞ്ഞോ. മുടിയെല്ലാം നിറച്ചോ? ഇളവിയായി. ഉണ്ണിയോടെ കൂടിയിട്ടാ? ഉണ്ണിക്കൊന്നും അറിയില്ല. ഉണ്ണിക്ക് ഇപ്പോഴും നല്ല ബ്ലാക്ക് മുടിയോ. നാണിക്കോ നാണിക്കോ? പിന്നെ എന്നിട്ട് താഴെ മുണ്ടക്കത്ത് റോഡിൽ വന്ന് കിടന്ന ആറ്റില്, അവിടുന്ന് ഒറ്റ വരവ് വന്നാ. നിനക്ക് ചുമയാണോ? എന്നാ പോയി കിടന്നോ. ഇവളൊക്കെ ഡീസന്റ് ആയിട്ട് നടന്നോണ്ടിരുന്നാണല്ലോ, ഇപ്പൊ എന്നാ പറ്റി? ഈ കാണിക്കുന്നോ? ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു നോക്ക്. ഉണ്ടായിരുന്നോ? നമ്മള് കല്യാണത്തിന് പോലും ഇത് ചെയ്തിട്ടില്ല. അന്നേരം കല്യാണത്തിന് ഇവളെ വിളിച്ചാ ചോദിച്ചേ, എന്നെ ചെയ്തു. ആരെയാ വിളിച്ചേ? സവിതയോ? ഞാൻ നിന്റെ കല്യാണത്തിന് കാര്യ. എന്റെ കല്യാണത്തിന് ഒരു കോട്ടീഷൻ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? ഞാൻ ആറ്റി കിടക്കുമായിരുന്നു. ഞങ്ങൾ ഐറിഷൊക്കെ ആയിട്ട് ആറ്റിപ്പോയി. കുളിക്കാൻ പോയാ? അല്ല ആരെ അതുകൊണ്ടാടാ? നിന്റെ വണ്ടി ആയിട്ടാണോ? ആരാ ഇവിടെ അലമ്പ്? ഹായ്, എന്നാ മുത്ത? എന്നാടാ എന്നെ സുന്ദരി? എന്നാ
ആരാ ഇവിടെ കരഞ്ഞേ? ആരാ കരഞ്ഞേ? എന്തിനാ ഇവളെന്തിനാ നിനക്കിട്ടോ? ഇവളോ? ഇവിടെ ആരും ഇല്ലല്ലോ. എനക്കെന്നാ പറ്റി? എടി അത് ആരല്ലേ അവള് കളിച്ചോടോ ചോളി. തിരിച്ചു വേണോ കാണിക്കാം. അവളെ മുതലോട്ട് കാണിക്കാം. എന്റെ മുതലോട്ട് കാണിച്ച കാര്യം എന്തോന്നാ തിരിച്ചോളാ? കൊള്ളാം കേട്ടോ. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പാട്ടി പൊളി. എൻ്റെ കളറുണ്ടോ? നിന്റെ കളറുണ്ടോ? വെട്ടാല്ലേ? വേണ്ടേ ശ്യാമ പോകുന്നു. അവളോട് പോകണ്ടെന്ന് പറ. ചെരുപ്പൊക്കെ വാങ്ങിനാട്ടോ. ഇതോ ഇത് ചൂടാക്കുന്ന സാധനമാണ്. എടി നീ രാത്രിയിൽ എവിടെയും പോകുന്നുണ്ടോ ഇനി മുടിയൊക്കെ ചെയ്യാൻ വേണ്ടി? എന്നാത്തിന്? രാവിലെ ആകുമ്പോൾ വീണ്ടും ഇത് പഴയ അവസ്ഥയിലല്ലേ? ഇതല്ല കളർ ചെയ്തേക്കുന്നത്. അയ്യോ ഇതെല്ലാം ഇട്ടേക്കല്ലോ കേട്ടോ. ഓൾറെഡി എടുത്തു. സുന്ദരി ശ്യാമ. അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞ് ഇട്ടേക്കരുത്. ആരില്ലേ ഒരു കളയിൽ ചോറും കാപ്പിയൊക്കെ ആവത്തുള്ളൂ. ഇവിടെ കൊണ്ട് വിട്ടിട്ട് വരാമോ? ആ മതി. ഇവിടെ ഒരു പരിപാടി നടക്കുന്നു. ഇവിടെ വേറൊരു പരിപാടി നടക്കുന്നു. ഇത് വേറൊരു പരിപാടി നടക്കുന്നു. ഇത് വേറൊരു പരിപാടി നടക്കുന്നു. ഇത് വേറൊരെണ്ണം നടക്കുന്നു. പക്ഷെ വേറൊരെണ്ണം ഇവിടെ നടക്കുന്നുണ്ട്. എവിടെ ചെന്നാലും ഇതേ പരിപാടി. ചേട്ടാ അതോ ചേട്ടാ കളിക്കുന്ന ഒരു പരിപാടി. എടി ഇത് ഇനിയിപ്പോ ഇത് വെക്കാൻ എത്ര ഉണ്ട്? ഇത് ഇതിനകത്ത് വെക്കാനല്ലേ? ഇത് മതിയായിരുന്നു എപ്പോഴും. എന്നിട്ട് നീ എന്നോട് പറയാനില്ലേ എൻ്റെ മാത്രം എടുത്തില്ലെന്ന്? ഇന്ന് മൊത്തം നീ ആയിരിക്കും. ഇനി വേറെ ആരും കാണത്തില്ല. ഞാൻ വരത്തില്ല കേട്ടോ നീ എന്നെ വിളിച്ചാൽ. ഞാനില്ലായിരുന്നല്ലോ. ഞാൻ ഇപ്പൊ വന്നാലോ. നീ രാവിലെ കണ്ട് നീ പോകാ. കട്ട് ചെയ്യാം. ഇനി കട്ട് ചെയ്താ ഒന്നുമില്ല. അവള് രണ്ടാമത്തെ ഇതായി കഴിഞ്ഞ് മുഴുവൻ മുടിയും പോയി. ഇത്രയും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. മറ്റേ ഇതായി കഴിഞ്ഞപ്പോൾ കുറച്ച് മുടി ഉണ്ടായിരുന്നു. പ്രായമൊക്കെ ആയപ്പോ എല്ലാം പോയി. ഇല്ല 2 പിള്ളേരാ. മറ്റേ അതിനിപ്പോ എന്താ ചെയ്യാനാ? അതൊക്കെ പോയി കൈവിട്ട് പോയി. എന്നിട്ട് പിന്നെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നില്ല. അത് വിഷമമുണ്ടല്ല പറയുന്നേ. ഫോണിലെപ്പോഴും കയറില്ല. അച്ഛൻ ഭയങ്കര സ്പീഡ് ചെയ്യുന്നുണ്ട്. അമ്മ എപ്പോഴും ഫോണിലൊക്കെ കയറുന്നത് മെസ്സേജ് അയക്കാൻ മറക്കണ്ടോ? കേട്ടില്ലേ? ആൾക്കാരുടെ മെസ്സേജ് അയക്കോ? നേരാണോ ഈ പറയുന്നത്? നിന്റെ അമ്മ പറയാ നീ നൈറ്റ് ഹായ് ഒരു ഉമ്മന്ന്. താങ്ക് യു. ആദ്യം പിടിച്ചിട്ട് കളർ വന്നിട്ട് രണ്ടാമത്
പോകുന്നു നേരെ പോയി കിടക്കും. ഇങ്ങനെ ഇങ്ങനെ കാണിക്കും അവളെ. കാണിച്ച് ഇവിടെ കാണിച്ച് ഇവിടെ ഇവിടെ 300 രൂപ പോയി. ഇത് ആരുടെ ഫോണാ? കിട്ടി ഓൾറെഡി എല്ലാം സെറ്റാക്കി. ഓൾറെഡി കിട്ടിയടി. പോയേക്കോ കേട്ടോ. രാത്രി ഇനി ആരോടും പറയും. യാത്രയൊന്നുമില്ല. എടി നാളെ പോയാലോ? ഉണ്ണി പറയും നാളെ പോകാം. ചേച്ചി എല്ലാവർക്കും എത്തിയിരിക്കും. നീ വരണം, നീ ഇവിടെ കിടന്നോ. ശിവയുടെ അവിടെ കിടന്നോ. ശിവ പോണ്ട, ശിവ പോണ്ട, നാളെ നീ പോണ്ട. അത് ഇവളോട് പറഞ്ഞ ഇവിടെ പോത്തില്ല. രാവിലെ 8 മണിക്ക് മുമ്പ് അക്കൗണ്ട് 600 രൂപ എത്ര 10,000 ഒന്നോണം കേട്ടോ. ആ നിന്റെ ഒരു മുടി സ്വർണ്ണം കിട്ടുമ്പോ പാലെടുത്ത് നേരെ പകുതി അവന്റെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് എന്റെ ഒക്കെ ഇടണ്ടെന്നേ ഞാൻ അടയൊക്കെ വഴിപാട് വെക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയൊക്കെ വന്നേക്കാം. നിനക്ക് ചേരുന്നുണ്ടടി. ഈ ശ്യാമ നമുക്ക് ഫുൾ ടൈം കിട്ടാറുന്ന ഒരു അല്ല നിങ്ങൾ പറഞ്ഞു എന്നെ ഒരു കോമാളിയാക്കുവാണല്ലോ. അല്ലേ പിന്നെ കോമഡിയാണെന്ന് പറയുന്നു, പിന്നെ കോമാളിയാണെന്ന് പറയുന്നു. എന്റെ പേര് ആ ഞാൻ രാവിലെ പോന്നു. ചെരുപ്പ് ആരുടെ? ഞാനല്ല മാറി പോയി. ഇവിടെ അവള് ഹെൽമെറ്റ് കൊണ്ട് എന്റെ തന്നെ വെക്കുക. എത്ര ഉമ്മയാ കൊച്ചായിരുന്നേ? അവിടെ തൂക്കണോ? ഞാൻ ഉമ്മ കണ്ടിട്ടില്ല. തൂക്കൊന്ന് ഞാനൊരു ഉമ്മ വന്നില്ലല്ലോ അവിടെ തൂക്കാൻ. വണ്ടിക്കകത്ത് കാണൂടി മിക്കവാറും. മിക്കവാറും അവിടെ ആയിരിക്കും. എന്റെ ഞാൻ കണ്ടത് അവിടെ. എന്നാ അവരെ വീണ്ടും ഒരാവശ്യമില്ല. നാരായണി മോനെ ഇവിടെ കിടപ്പുണ്ടെങ്കിൽ ഹാളിൽ ആ ബാത്റൂമിന്റെ അവിടെ ചെരുപ്പില്ല. നീ വഴക്കുണ്ടാക്കുവേ. ക്യാമറമാൻ അവിടെ തരയില്ല. എന്നാ നീ പിടിക്കേ, എന്നാ നീ പിടിക്കും. നമ്മള് വേറെ ഫ്രണ്ടിൽ തലയെടുത്ത് പോയി അടിച്ചോ. എനിക്ക് 100 മാറണം. എനിക്ക് 100 മാറണം. എന്റെ പൊന്നാണ് 100 മാറണം. ചെരുപ്പ് കിട്ടിയോ? ചെരുപ്പ് കിട്ടിയോ? ഞങ്ങൾ ശിവക്കുട്ടന് ചെരുപ്പ് കിട്ടിയോ? ചെരുപ്പ് കിട്ടി. ആരാ കരയുന്നത്? ജാനിയാണോ? വീട്ടിൽ ചെല്ലുമ്പോ ശ്യാമയെ മനസ്സിലായില്ലെങ്കിൽ ശ്യാമ എന്ന് പറഞ്ഞു കൊടുക്കണേ. ശ്യാമ എനിക്കല്ലേ പറഞ്ഞിട്ടുണ്ടായി? അല്ല നിനക്കല്ല, നിന്റെ അമ്മയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ ആളെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ശ്യാമ നിന്റെ അമ്മയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ, നിന്നെ മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തേക്കാൻ പറഞ്ഞു. അല്ല പറഞ്ഞു കൊടുക്കേണ്ട വരില്ല. കാരണം എൻ്റെ കൂടെ വേറെ പെണ്ണുങ്ങളൊന്നും പറയുന്നത് പുള്ളിക്കാർക്ക് അറിയാം. എന്നാ പറയുന്നത് അതിന് വിശ്വാസം മൊത്തം. ആ ഇപ്പൊ നല്ല തുടങ്ങി. അയ്യോ എന്റെ പൊന്നു സൗദ ചേച്ചി എന്നെ ചെയ്ത് കൊടുത്തേക്കുന്ന എല്ലാം നന്നായിട്ട് തിളങ്ങുന്നുണ്ടോ? രാത്രി ഒന്നും ഇവിടെ ഫോട്ടോ എടുത്താൽ കിട്ടുന്നില്ലാത്ത അറിയാവോ? അമ്മച്ചാണ് ചുമ്മാ എനിക്ക് ഇങ്ങനെ പൊക്കല്ലേ. അല്ല അത് പൊക്കി നമ്മളല്ലേ. വേണമെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ഈ അവസരത്തിൽ നിങ്ങളുടെ ബ്യൂട്ടി പാർലറിനെ പരസ്യം ചെയ്തു. പേര് പറ കാരണം തിളങ്ങാത്തവളും തിളങ്ങും. എന്നിട്ട് അവരുടെ തിളങ്ങാത്തവളും തിളങ്ങും. അവർ പാർലർ കയറാതിരിക്കാൻ വേണ്ടിയല്ലേ എല്ലാരെയും വിളിച്ചിവിടെ ന്യായമായിട്ട് അത് പറഞ്ഞതിനകത്ത് ഇച്ചിരി വസ്തുതയുണ്ട്. ഞാൻ പറയാം രാത്രി കിട്ടത്തില്ലാത്തവരെ ഇടയ്ക്കുള്ള പൊടിമറ്റത്തുള്ള ഷീസ് അല്ലേ. പക്ഷെ ഒന്നും ചെയ്തിട്ടും തിളങ്ങാത്ത ഇതാ. ആയിക്കോട്ടെ സാരമില്ല. നിന്റെ മകളല്ലേ അപ്പൊ ഇത്രേ വരുള്ളൂ. ഇങ്ങോട്ട് നീങ്ങി ചെരുപ്പ് തിളങ്ങും അങ്ങോട്ട്. ക്യാമറ ലെൻസ് വല്ല അടിച്ചോ? സെൻസറുള്ള അടിച്ചു. ഒരു ചെരുപ്പ് കിട്ടിയോ? ഇവിടെ ചെരുപ്പ് കിട്ടിയോ? ഇന്ന് മിക്കവാറും അമ്മ കഥ തുറക്കില്ല. പിടിക്കില്ലേ? ഉറങ്ങി വീഴല്ലേ. ഇല്ല ഉറങ്ങത്തെ. പിടിക്കുന്നത് ക്യാമറ പിടിക്കുന്ന രാവിലെ ഇല്ലേ എണീറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാലേ ജോലിക്ക് പോകാൻ പറ്റും.
ആർക്ക്? ജാനിക്കോ? ജാനിക്ക് ഉമ്മ കൊടുക്കണമെന്ന്. ജാനിക്ക് ഉമ്മ തരണമെന്ന്. ജാനമ്മേന്റെ ഉമ്മയായിരുന്നു. എന്നെ അവിടെ കിടന്നുകൊണ്ട് എന്തൊക്കെയാ പറയുന്നത്? എടി ജാനിക്ക് ഉമ്മ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവള് പോയത്. അത് ഭയങ്കര ഇല്ലേ? ഞാനൊരു കാര്യം രാവിലെ പോയപ്പോലെ അല്ല ഇവിടുന്ന് 1-2 കിലോമീറ്ററല്ലേ ഉള്ളൂ. എന്തിനാ വിഷമിക്കണം? ഞാൻ അവിടെ ചെന്നാലും വിളിക്കാം. അവിടെ ചെന്നാലും വിളിക്കാം. അവിടെ ചെന്നാലും വിളിക്കാം. അത് മറ്റേ ഇട്ടാ മതിയെന്നാ. ചേച്ചി പഴുത്തിട്ട് ഞാൻ ആശുപത്രി വരെ പോയി. അതുകൊണ്ടാ ശ്യാമളമ്മ പോയി കിടക്കതിന്. രാവിലെ എനിക്ക് വല്ലതും ഉണ്ടാക്കി തരാനുള്ള പോയി കിടന്നേ. പോകെ ചുമ്മാ വായി നോക്കി നിൽക്കുക. ഞാനല്ലേ അല്ല പിന്നെ ഞാൻ ഉണ്ടായിക്കോളാം. ഇവിടെ പിന്നെ നിനക്കൊന്നും ഉണ്ടാകത്തില്ല. നീ മരുമോളല്ലേ? നിനക്കൊന്നും ഉണ്ടാകത്തില്ല. മരുമോനാ. നാളെ ഞാൻ വരുന്നത് ബാക്കി ഈ എന്നാ എവിടെ ശ്യാമ ഇറങ്ങിക്കോ? അതെ ഇവിടെ നോക്കണം. ഉമ്മ കൊടുത്തേ ഉണ്ണിക്ക് ഒരു ഉമ്മ കൊടുത്തേ. സ്ഥലമില്ല അതിനകത്ത്. അടുത്ത ഞായറാഴ്ച വരാം. വിഷുവിന് അതല്ല സാധനം